നമുക്കിന്നൊരു പാവയ്ക്ക ഉപ്പിലിട്ടത് ചെയ്താലോ? അതിനായിട്ട് നമ്മളൊരു 3 പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പാവയ്ക്ക ആയതുകൊണ്ടാണ് 3 എടുത്തത്. പാവയ്ക്ക കനം കുറച്ച് റൗണ്ടിലൊന്ന് അരിഞ്ഞെടുക്കാം. പാവയ്ക്ക മുഴുവൻ നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത പാവയ്ക്ക മുഴുവൻ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നമ്മളതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായൊരു 4 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്ക ഒന്ന് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഡലി ചെമ്പിൽ അല്പം വെള്ളം വെച്ച് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. പാവയ്ക്ക എല്ലാം ഒന്ന് ആവിയേറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായി മൂടി വയ്ക്കുക. അങ്ങനെ നമ്മുടെ പാവയ്ക്ക ഉപ്പിലിട്ടത് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.